പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 10,000 രൂപ മുതൽ ഒരു വീട് ഫുൾ ബൂസ്റ്റ് ചെയ്യാവുന്ന പമ്പുകൾ അവൈലബിൾ ആയിട്ടുള്ള ഈ മാർക്കറ്റിൽ ഏകദേശം 52,000 രൂപ വരെ വില വരുന്ന ഈ ഗ്രൺഫോസിൻ്റെ സ്കാല 2 എന്ന് പറഞ്ഞ മോഡലിന് എന്താണ് പ്രസക്തി എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പമ്പ് സെലക്ഷനിൽ വില എന്നതിനപ്പുറത്തേക്ക് ക്വാളിറ്റിയും ഇന്നോവേഷനും, അതാണ് ലോകമെമ്പാടും വിൽപ്പന നടത്തുന്ന ഗ്രൺഫോസ് എന്ന ബ്രാൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ബൂസ്റ്റർ പമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്കാല 2-ലുള്ളത് VFD ഡ്രൈവാണ്. അതായത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഈ പമ്പുകൾ ഇത്ര എക്സ്പെൻസീവ് ആവുന്നത്. എന്താണ് VFD ഡ്രൈവ്, എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്? ആ മോട്ടറിനെ നമുക്ക് വേണ്ട രീതിയിൽ ഡ്രൈവ് ചെയ്യാവുന്നത്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്കാല 2-നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേത് പ്രഷർ പമ്പുകളാണെങ്കിലും ഇപ്പോൾ ഒരു 1/2 HP മോട്ടറോ 1 HP മോട്ടറോ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടറിൻ്റെ ഫുൾ കറണ്ടിലായിരിക്കും ആ മോട്ടർ. നമ്മളിപ്പോൾ ഒരു ടാപ്പ് തുറന്നാലും 2 ടാപ്പ് തുറന്നാലും എത്ര സിമ്പിൾ ചെറിയ യൂസേജ് ആണെങ്കിലും ആ മോട്ടർ എത്ര പവർ എടുക്കണോ ആ പവറിൽ തന്നെയായിരിക്കും ആ മോട്ടർ വർക്ക് ചെയ്യുക. മറിച്ച് VFD ഡ്രൈവ് ഉള്ള പമ്പുകളാകുമ്പോൾ നമ്മുടെ യൂസേജിനനുസരിച്ച് മാത്രമേ കൺസപ്ഷൻ വരുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതൊരു ടാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ള രീതിയിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാല 2 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തത് കാരണം ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇത് മെയിനായിട്ട് മെയ്ഡ് ഇൻ സെർബിയാണ്. ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പമ്പുകളാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം 8-9 കിലോയോളം മാത്രമാണ് ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. മാക്സിമം 8 പോയിൻറ്റുകൾ ബൂസ്റ്റ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മാക്സിമം 4.5 ബാർ പ്രഷറും ഏകദേശം 4000 ലിറ്ററോളം ഡിസ്ചാർജുമാണ് ഇതിന് കമ്പനി പറയുന്നത്. ബേസിക്കലി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി സ്റ്റേജ് പമ്പാണ്. ഒരു മൾട്ടി സ്റ്റേജ് പമ്പ്, ഈ പമ്പിന് ആവശ്യമായിട്ടുള്ളൊരു ചെറിയൊരു പ്രഷർ ടാങ്ക്, അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് എല്ലാം അടങ്ങിയ ഒരു കോമ്പാക്ട് ഡിസൈനാണ് ഈ പമ്പിൽ വരുന്നത്. ഇതാണ് സ്കാല 2 എന്ന് പറഞ്ഞ പമ്പിൻ്റെ ഇൻ്റർഫേസ്. സ്കാല 2-ൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാർണിങ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് സെൻസേഴ്സ് വരുന്നൊരു മോഡലാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിലവിൽ വരുന്നത് പവർ ഫെയിലിയറിനുള്ള വാർണിംഗ് ഉണ്ട്. നിങ്ങളുടെ ഷാഫ്റ്റിൽ എന്തെങ്കിലും കാര്യം സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള വാർണിംഗ് കിട്ടും. എവിടെയെങ്കിലും ഒരു പരിധി വിട്ട് ലീക്കേജ്, ഡ്രിപ്പായിട്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനുള്ള വാർണിംഗ് ഉണ്ട്. നമ്മുടെ ടാങ്ക് വറ്റിക്കഴിഞ്ഞാൽ, ഡ്രൈ റൺ ആയി കഴിഞ്ഞാൽ അതിനുള്ള വാർണിംഗ് ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ സമയം ഈ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിൽ കഴിഞ്ഞാൽ അതിനുള്ള വാർണിംഗ് ഉണ്ട്. അരമണിക്കൂറാണ് ആ സമയം. പിന്നെ വരുന്നത്, ഇത് നമുക്ക് റീച്ച് ചെയ്യാവുന്നതിൽ കൂടുതൽ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്താൽ അത് ഓഫ് ആവില്ല, അതിനുള്ള വാർണിംഗ് ഉണ്ട്. അത് കൂടാതെ ടെമ്പറേച്ചർ വാർണിംഗ് ഉണ്ട്. ഇത്രയും സെൻസേഴ്സ് അടങ്ങുന്ന ഒരു വളരെ കോമ്പാക്ട് മോഡലാണ്. ഇനി നമ്മൾ നിലവിൽ ചെയ്യുന്നത്, ഇതൊരു സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. നമുക്ക് അതായത് നമ്മുടെ സാധാരണ കിണറുകളിൽ നിന്നും ബൂസ്റ്റ് ചെയ്യാം, നമ്മുടെ ഓവർഹെഡ് ടാങ്കിൽ നിന്നും നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ താഴെ ഇരിക്കുന്ന ഒരു ചെറിയ ഡ്രമ്മിൽ നിന്ന് കണക്ട് ചെയ്ത് ടാപ്പിലേക്ക് കണക്ട് ചെയ്ത് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഇതാണ്. ഏകദേശം 4 ടാപ്പുകളുണ്ട്. നമ്മുടെ പമ്പ് ഈ പറഞ്ഞ ടാങ്കിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ ടാപ്പിലേക്കാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത VFD ഡ്രൈവാണ്. അപ്പോൾ ഇതിൽ ഓരോ ടാപ്പുകൾ തുറക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കൺസപ്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൺസപ്ഷൻ എത്രയാണ് വരുന്നത്, ഒരു ടാപ്പ് തുറന്നാൽ മാത്രം ഈ മോട്ടർ എത്ര കറണ്ട് എടുക്കും, 2 എണ്ണത്തിലേക്കാകുമ്പോൾ അതിൻ്റെ കറണ്ട് വേരിയേഷൻ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാം. ഇതിൽ നമ്മുടെ ടൂൾസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ലീക്ക് ഇല്ലാത്ത രീതിയിൽ വേണം മാക്സിമം സെറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു ടെമ്പററി സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്നത്. നമ്മളൊരു പ്രോപ്പർ സിസ്റ്റത്തിലേക്ക് വരാൻ നേരത്ത് ഒരിക്കലും പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ സെറ്റ് ചെയ്യാൻ നേരത്ത് ലീക്കേജുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സ്കാല 2 പമ്പുകൾ അല്ലെങ്കിൽ ഗ്രൺഫോസിൻ്റെ ഏത് പമ്പുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സെക്ഷൻ സൈഡിലുള്ള ഫിൽറ്റർ. കാരണം നമ്മുടെ ടാങ്കിൽ നിന്നുള്ള ചെളിയോ പായലോ മറ്റു കാര്യങ്ങളൊക്കെ പമ്പിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ടൊരു സ്റ്റെയിനർ വേണം. ഇതിൻ്റെ എർത്തിങ് പ്രോപ്പറായിരിക്കണം. പിന്നെ കണക്ഷൻസ് എല്ലാം ലീക്ക് പ്രൂഫ് ആയിരിക്കണം. അത് ഏത് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഇത് ഗ്രൺഫോസ് പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ഗ്രൺഫോസ് പമ്പുകൾക്ക് ഒരു കമ്മീഷനിങ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനും കമ്മീഷനിങ്ങിനായിട്ട് ആൾ വീട്ടിൽ വരും. അങ്ങനെയുള്ള സമയത്ത് അവർ നിർബന്ധമായിട്ടും പറയുന്ന കാര്യങ്ങളാണിത്. പിന്നെ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. നിങ്ങൾ നോക്കി അറിയാം, ഇത് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പയ്യെ ഒന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലെക്സിബിളാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈവൻ നിങ്ങളൊരു ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യും. സ്കാല 2-ൽ ഇൻബിൽറ്റ് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉള്ള കാരണം സെപ്പറേറ്റ് ഒരു ഫ്ലോട്ടോ അല്ലെങ്കിൽ ഒരു കൺട്രോളറോ നമ്മൾ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇനി നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. മോട്ടർ ഇപ്പോൾ പ്രൈം ചെയ്യാനായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ട്. അതേപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചേക്കുക. ഗ്രൺഫോസിൻ്റെ അവർ കമ്മീഷനിങ്ങിന് വരാൻ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. മാക്സിമം അത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓൺ ആക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പമ്പ് ഓൺ ചെയ്തു. നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാ ജസ്റ്റ് ലൈറ്റൊന്ന് വന്നിട്ട് പോയി. അപ്പോൾ ഇതിൽ ഇതാണ് ഗ്രൺഫോസിൻ്റെ സ്മാർട്ട് ഐ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്. ഇവിടെയാണ് പമ്പ് ഓൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പമ്പ് ഓണായി. അപ്പോൾ ഇത് ഇനി പ്രൈം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രൈം ചെയ്ത് നമ്മുടെ ഡെലിവറി ലൈൻ ലോഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ സാധനം നിൽക്കും. ഏകദേശം 5 മിനിറ്റ് വരെ പ്രൈമിങ് ടൈം ഉണ്ട് ഇതിന്. ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് ആവശ്യമുള്ള പ്രഷർ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നോർമലി 1 ബാറാണ്. നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ബാർ ആവും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ബാർ ആവും. അങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് മാക്സിമം 4-4.5 ബാർ വരെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ VFD ഡ്രൈവാണ്. ഇത് മാക്സിമം എത്ര കൺസപ്ഷൻ നമ്മൾ ഒരു ടാപ്പ് തുറക്കുമ്പോൾ 2 ടാപ്പ് തുറക്കുമ്പോൾ അങ്ങനെ ടാപ്പുകൾ മാറി തുറക്കുമ്പോൾ ഉള്ള ഒരു കൺസപ്ഷൻ എത്ര വരുമെന്നാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ആ പമ്പ് ഓണായി, പ്രഷർ ലോഡായി നിൽക്കുകയാണ്. നമ്മൾ 2 ബാറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടാപ്പ് പയ്യെ തുറക്കുകയാണ്. ടാപ്പ് തുറക്കാൻ നേരത്തെ ലൈനിലെ പ്രഷർ ഡിഫറൻസ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ മോട്ടർ സ്ലോ ആയിട്ടാണ് ഡ്രൈവ് ആയത്. നമ്മുടെ സാധാരണ പമ്പുകൾ ഓണാകുമ്പോഴുള്ള ഒരു സഡൻ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ അതിനില്ല. പയ്യെ ഡ്രൈവായിട്ട് മാക്സിമം 1.2 മാത്രമാണ് ഇപ്പോൾ ഒരു ടാപ്പ് തുറക്കുമ്പോൾ ഉള്ള കറണ്ട് കൺസപ്ഷൻ. ഇനി നമ്മൾ അടുത്ത ടാപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് വേരി ചെയ്യും. ഇപ്പോൾ കുറച്ചുകൂടെ കറണ്ട് കൂടുതൽ, ഏകദേശം 2 ആമ്പിയർ കറണ്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ടാപ്പ് തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് കൺസപ്ഷൻ 2.3 ആയിട്ടുണ്ട്. ഇനി 4ാമത്തെ ടാപ്പ്. മാക്സിമം കൺസപ്ഷൻ ഇപ്പോൾ 2.3 തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി 4 പോയിൻറ്റുകൾ തുറന്നാലും ഈ പമ്പ് എടുക്കുന്ന മാക്സിമം കറണ്ട് 2.3 ആണ് കാണിക്കുന്നുള്ളൂ. ഇനി ഒന്ന് പയ്യെ അടയ്ക്കാവോ. നമ്മൾ ഓരോ പോയിൻറ്റുകൾ അടയ്ക്കുകയാണ്. അതിനനുസരിച്ച് ഇത് ആ കൺസപ്ഷൻ കുറഞ്ഞു വരും. കാരണം അതിൻ്റെ ഡ്രൈവ് സ്ലോ ആയി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ 0ലേക്ക് വരും. കാരണം ആ മോട്ടർ സ്റ്റോപ്പായി. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, ഇതൊരു വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പമ്പാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ടാപ്പ് മാത്രമാണ് തുറക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പമ്പ് പതിയെ ചെറിയ കറണ്ടിൽ നിന്ന് ഡ്രൈവായി മാക്സിമം ആംബിയറിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നിങ്ങളുടെ ഒരു ഇൻവെർട്ടർ സപ്പോർട്ടിൽ ഈ മോട്ടർ വർക്ക് ചെയ്യും. കാരണം ഇത് സോഫ്റ്റ് സ്റ്റാർട്ടാണ്. മറ്റ് മോട്ടറുകൾ പോലെ സ്റ്റാർട്ടിങ് സമയത്തുള്ള ഇരട്ടിയോ 3 ഇരട്ടിയോ വരുന്ന കറണ്ടിൻ്റെ പ്രശ്നങ്ങളില്ല. അതേപോലെ ഇത് വളരെ സൈലൻറ്റുമാണ്. ഈ മോട്ടറിൻ്റെ സൗണ്ട് ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനിന്ന് ജസ്റ്റ് ഈ മോട്ടറിൻ്റെ സൗണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ടാപ്പ് ഓൺ ചെയ്യാണ്. മോട്ടർ ഡ്രൈവായി. വളരെ സൈലൻ്റാണ്. ജസ്റ്റ് ഒരു ചെറിയ സൗണ്ടേ ഉള്ളൂ. ഇത് വാട്ടർ കൂൾഡ് ആയിരുന്നു. ഇതിന് ഫാനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. വളരെ സൈലൻ്റായിട്ടായിരിക്കും മോട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ടാപ്പ് തുറന്ന് ഇത് കംപ്ലീറ്റ് നമ്മുടെ ടാങ്ക് ഡ്രൈ ആക്കാൻ പോവുകയാണ്. ഇതിൽ എത്ര സമയം കൊണ്ടാണ് ഇതിൻ്റെ ഡ്രൈ റൺ ഇൻഡിക്കേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈ റൺ വാർണിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സെൽഫ് പ്രൈമിംഗ് പമ്പ് ആയതുകൊണ്ട് താഴെ നിന്ന് കിണറിൽ നിന്ന് ഏകദേശം 8 മീറ്റർ ആഴത്തിൽ നിന്ന് വരെ ഇതിനത് വലിച്ച് വെള്ളം എടുക്കാൻ പറ്റും, ഫുഡ് വാൽവ് ഇല്ലാതെ തന്നെ. അപ്പോൾ ആ ഒരു ടൈമിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു ഡ്രൈ റൺ വാർണിംഗ് കാണിക്കുക. പമ്പിൽ വെള്ളം ഉള്ളതുകൊണ്ട് പമ്പിനോ മോട്ടറിനോ മറ്റു ഡാമേജുകളൊന്നും വരില്ല താനും ആ ഒരു സമയത്തിനുള്ളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എന്താണ് സ്കാല 2ൻ്റെ മെയിൻ പ്രത്യേകതകൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 1-2 കാര്യങ്ങളാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. ഒന്ന്, ഇതിൻ്റെ സോഫ്റ്റ് സ്റ്റാർട്ടാണ്. നമ്മുടെ സാധാരണ മോട്ടറുകളെ പോലെ 2-3 ഇരട്ടി കറണ്ട് എടുത്തല്ല ഈ മോട്ടർ ഓണാവുന്നത്. ഇത് ചെറിയ കറണ്ടിൽ നിന്ന് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രമുള്ള കൺസപ്ഷൻ. നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡും കറണ്ട് കൺസപ്ഷനും വേരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു VFD ഡ്രൈവ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാപ്പാണെങ്കിൽ ആ ഒരു ടാപ്പിന് മാത്രമായിട്ടുള്ള കൺസപ്ഷനും മാക്സിമം 3 ആംപിയർ വരെയുള്ള കറണ്ടേ അത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. 2 ബാറിലാണ് നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ പമ്പ് മാനുഫാക്ചറേഴ്സും വിലക്കുറവ് എന്ന ഒരു ഒറ്റ കാര്യത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഇങ്ങനെ വളരെ ചുരുങ്ങിയ കമ്പനികൾ മാത്രമാണ് ഇന്നോവേഷനും പുതിയ ടെക്നോളജികളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പമ്പുകളെക്കുറിച്ച് ഇതേപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ എക്സ്പീരിയൻസ് കാണാനായിട്ടും തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.